ഹായ്, കോച്ച് സുഹിൻ ഹിയർ ഫ്രം ടീം ഹാർഡ് കോർ ഒഫീഷ്യൽ. സോ ഇന്ന് ഞാൻ ചെന്നൈയിലാണുള്ളത്. നമ്മുടെ 2 ക്ലയൻസിൻ്റെ ഫസ്റ്റ് ടൈം കോമ്പറ്റീഷനാണെന്ന്, ഒരു ഓപ്പൺ മീറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെന്നൈയിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഒന്നാമത്തെ ക്ലയൻറ്റ് വിജിൻ, രണ്ടുപേരുടെയും ഫസ്റ്റ് കോമ്പറ്റീഷനാണ്. രണ്ടാമത്തെ ആൾ ഹരി, പുള്ളിക്കാരൻ്റെയും ഫസ്റ്റ് കോമ്പറ്റീഷനാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് വെയിങ്ങിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് കാണാം. ഓക്കെ, ഓക്കെ, നമുക്ക് ഇവിടെ നിന്നൊരു 15 മിനിറ്റ് ഉണ്ട് നമുക്ക് നടക്കാൻ വേണ്ടി സ്റ്റേജ് നടക്കുന്ന സ്ഥലത്തോട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അവരുടെ ബോഡിയിലെ കണ്ടീഷൻ, അതുപോലെ തന്നെ അവരുടെ ബോഡി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അവർ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ ബോഡി ഉണ്ടാവുക, എന്തൊക്കെയായിരിക്കും കുറവുള്ളത്, ഇനി എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രയൽ സെക്ഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രയൽ അടിക്കുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് സ്റ്റേജ് എക്സ്പീരിയൻസ് വരും. അതുപോലെ തന്നെ അവർക്ക് ആ സ്റ്റേജിൽ കയറുന്നതിൻ്റെ ഒരു പേടി ഒന്ന് മാറി കിട്ടും. സ്റ്റേജിൽ എങ്ങനെയാണ് അതിൻ്റെ അപ്പിയറൻസ് ഒന്ന് ഫ്രീ ആയി കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ സെക്ഷൻ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ പുള്ളിക്കാരന് കുറച്ച് ക്ഷീണമുണ്ട്. അപ്പം വേറെ ഒന്നുമില്ല, നമ്മൾ വാട്ടറിൻ്റെ ലെവലിൽ നമ്മൾ കുറച്ചിട്ടില്ല, സാൾട്ടിൻ്റെ ലെവലിൽ ചെറുതായിട്ടൊന്ന് കുറച്ചപ്പോഴത്തേക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ഫുഡ് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു എനർജി കുറവ്, ചെറിയൊരു വൊമിറ്റിംഗ് ടെൻഡൻസി. അപ്പോൾ നമ്മൾ ORS ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് എനർജി ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട്. മറ്റേ ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. നമുക്ക് ഫോം വാങ്ങാം, ഫില്ല് ചെയ്യാം, ഏത് കാറ്റഗറിക്കാണ് അവർ ചെയ്യുന്നത് അതിൻ്റെ ബോഡി വെയ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുക. ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. നോക്കാം. ஒரு கேட்டகரி பண்ணு, ஒருத்தர் 2 கேட்டகரி பண்ணுறாங்க. சிங்கிள் சிங்கிள். பஷீர் பஷீர் வரும்போது சேம் டைமில் இன்னொன்று ജിമ്മ് നെയിമോட ടീം ഹാർഡ് കോർ വരുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തു. രണ്ടുപേരും 80 ക്ലാസ്സിലാണ്. രണ്ടുപേരും രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ വന്നു. അപ്പോൾ കാർഗിലോടേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. രണ്ടുപേരും കാർഗിലോടേക്ക്. ഇതിനെ എങ്ങനെയുണ്ട് കോമ്പറ്റീഷൻ? കൊള്ളാം, തകർത്തും കപ്പ് കൊണ്ടുവരും. എങ്ങനെയുണ്ട്? പീക്ക് എങ്ങനെയുണ്ട്?
ബീക്കിക്ക് സോഡിയത്തിൻ്റെ ലോഡിങ്ങിൻ്റെ ഒരു മാത്രമേ ഉള്ളൂ ഒരു ക്ഷീണത്തിൻ്റെത്. വേറെ ബാക്കിയുള്ളതെല്ലാം ഓക്കെയാണ്. ബൈക്ക് ആയിരുന്നാലും വാട്ടർ ആയിരുന്നാലും എല്ലാം ഓക്കെയാണ്. പിന്നെ കോച്ചിൻ്റെ അടുത്തുള്ള ട്രസ്റ്റ് അത് തന്നെയാണ് എല്ലാം. Break last break. 72 minutes last break. Post number 1. Friend number 3. ലെഗ് ഫുൾ ആയിട്ട് ബ്രീത്ത് ഇതിനെ ചെസ്റ്റ് അപ്പ് ചെയ്യടാ. കാല് ലെഗ് ഇവിടെ സൂപ്പർ. Break last. ഇരി യെസ് കുറച്ചുകൂടെ വലി വയറത്തോട്ട് വലി. Back double biceps. സൂപ്പറായിട്ട് പിടി. റൂട്ട് ടൈറ്റ് ഹാംസ്ട്രിങ് ഇതിനെ ചെസ്റ്റ് ബാക്ക് ഫുൾ ടൈറ്റ് ചെസ്റ്റ് അപ്പ്. Back last break. പോട്ടെ പോട്ടെ. இரண்டாம் இடம் பிடிக்கும் போட்டியான ரன் நம்பர் 71 ஹரி ரவீந்திரன் கேரளா. സൂപ്പർ. மோனோ கிளாசிக் 2025 இந்த பிரிவில் முதலிடத்திற்கு போட்டியான மகேஷ் சென்னை. ரன் நம்பர் 74. ഹായ്. അപ്പോൾ ഇന്നലെ കുറച്ച് ടൈമിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ബാക്കിയുള്ള അപ്ഡേറ്റ് കാര്യങ്ങൾ നമുക്ക് തരാൻ വേണ്ടി പറ്റിയില്ല. കോമ്പറ്റീഷൻ ചെറിയൊരു ലാഗായിരുന്നു. അപ്പോൾ പിന്നെ പോയി വന്നപ്പോഴത്തേക്കും ആദ്യം ഡൗൺ ആയിരുന്ന ആൾ കുറച്ച് എനർജറ്റിക്കായി, എനർജി ആയിട്ട് നിന്ന ആൾ കുറച്ചൊന്ന് ഡൗൺ ആയി. അപ്പോൾ അങ്ങനെയുള്ള ചെറിയൊരു കാര്യങ്ങളൊക്കെ അവിടെ വന്നു. അപ്പോൾ 80 kg ആയിരുന്നു നമ്മുടെ കാറ്റഗറി വന്നത്. അതിൽ ഒരാൾക്ക് സെക്കൻഡ് പ്രൈസും വിജിന് തേർഡ് പ്രൈസാണ് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വന്നതല്ല, ജസ്റ്റ് ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം കണക്കാക്കിയിട്ടാണ് നമ്മളവിടെ വന്നത്. പക്ഷേ അവർക്ക് ആ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെതായിട്ടുള്ളൊരു പ്രൈസും അവർക്കത് കിട്ടിയിട്ടുണ്ട്. സോ വളരെ ഹാപ്പിയാണ്. അപ്പോൾ മെഡൽ ട്രോഫീസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രെയിനിലാണ് നിൽക്കുന്നത് തിരിച്ച് നാട്ടിലോട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. പോരായ്മകളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള